ഇനി നമുക്ക് കേസ് 3 ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് കേസ് 1 കാര്യങ്ങളും കേസ് 2 കാര്യങ്ങളും ഒന്ന് ഓർത്തെടുക്കാം. കേസ് 1 നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മാഗ്നറ്റിക് ഫീൽഡിന് പാരലലോ അല്ലെങ്കിൽ ആൻറ്റി പാരലലോ ആയിട്ടാണ് ചാർജ് എൻറ്റർ ചെയ്തിരുന്നത്. അത്തരത്തിലുള്ള സമയങ്ങളിൽ ആ ചാർജിൽ പ്രത്യേകിച്ച് ഫോഴ്സ് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യുകയില്ല. അതേ മോഷൻ തന്നെ ആ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിന് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും. സർക്കുലർ മോഷനിൽ പോകാതെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ലീനിയർ മോഷനിൽ ആ ഒരു ബോഡി പോകും. കേസ് 2 എന്തായിരുന്നു? ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ചാർജ് 90 ഡിഗ്രിയിൽ പെർപെൻഡിക്കുലറായി എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി അതൊരു സർക്കുലർ ട്രാക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ആർ എന്ന് പറയുന്ന റേഡിയസും വി എന്ന് പറയുന്ന വെലോസിറ്റിയും ടി എന്ന് പറയുന്ന ടൈം പീരീഡും എഫ് എന്ന് പറയുന്ന ഫ്രീക്വൻസിയോടും കൂടിയിട്ട് ആ ഒരു പാർട്ടിക്കിൾ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൃത്യമായി റൊട്ടേറ്റ് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ സർക്കുലർ മോഷനും, മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റിയും പാരലൽ ഓർ ആൻറ്റി പാരലൽ ആണെങ്കിൽ ലീനിയർ മോഷനും അറ്റൈൻ ചെയ്യും. ഈ ഒരു കാര്യമാണ് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത്. ഇതൊന്നുമല്ലാത്തൊരു രീതിയിൽ ഒരു ചാർജ് കയറുകയാണെങ്കിലോ പാരലൽ അല്ല, ആൻറ്റി പാരലൽ അല്ല, പെർപെൻഡിക്കുലർ അല്ല, അതായത് തീറ്റ 0 ഡിഗ്രിയുമല്ല, 180 ഡിഗ്രിയുമല്ല, 90 ഡിഗ്രിയുമല്ല, വേറെ ഏതെങ്കിലും ഒരു ആംഗിളിൽ ഈ ഒരു ചാർജ് ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കയറുകയാണെങ്കിൽ എന്ത് തരത്തിലുള്ള മോഷൻ ആയിരിക്കും അവൻ ഫോളോ ചെയ്യുക? ലീനിയർ മോഷൻ ആയിരിക്കോ, സർക്കുലർ മോഷൻ ആയിരിക്കോ, അതോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മോഷൻ ആയിരിക്കുമോ? അതിനുവേണ്ടി ഞാൻ മാഗ്നറ്റിക് ഫീൽഡും ആ ഫിഗർ നമ്മളൊന്ന് മാറ്റി വരച്ചു എളുപ്പത്തിന് വേണ്ടിയിട്ട്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത് വിചാരിക്കുക. കൃത്യമായിട്ട് ഞാനിവിടെ ആരോ ഇട്ട് വെച്ചിട്ടുണ്ട്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. ചാർജ് പോകുന്നത് ഒരു ആംഗിളിലാണ്. പാരലൽ അല്ല, ആൻറ്റി പാരലൽ അല്ല, പെർപെൻഡിക്കുലറും അല്ല, വേറൊരു ആംഗിളിലാണ് ഈ ഒരു ക്യൂ എന്ന് പറയുന്ന ചാർജ് ഈ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ. വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ 0 അല്ല, 180 അല്ല, 90 അല്ല, ഒരു ജനറൽ ആയിട്ടുള്ള ആംഗിൾ എടുക്കുന്നു തീറ്റ. വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. ഇത്തരത്തിലാണ് ചാർജ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കൃത്യമായി സർക്കുലർ മോഷൻ അറ്റൈൻ ചെയ്യും, കൃത്യമായി ലീനിയർ മോഷൻ അറ്റൈൻ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. 0 ഓർ 180 ഡിഗ്രി ആണെങ്കിൽ കൃത്യമായി ലീനിയർ മോഷനിൽ പോകുമെന്ന് പറയാമായിരുന്നു. 90 ഡിഗ്രി ആയിരുന്നെങ്കിൽ കൃത്യമായി സർക്കുലർ മോഷനിൽ പോകുമെന്ന് പറയാമായിരുന്നു. പക്ഷേ ഇത് രണ്ടും ഇവിടെ സാധ്യമല്ല. തീറ്റ 0 അല്ല, 180 അല്ല, 90 ഡിഗ്രിയുമല്ല, വേറെ ഏതോ ആംഗിളാണ്. വേണമെങ്കിൽ 30 ഡിഗ്രിയോ 45 ഡിഗ്രിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിവിടെ തീറ്റയിൽ നിന്ന് എടുക്കുന്നു. ഈ വെലോസിറ്റിയെ നമുക്ക് വെക്ടറാണ്, വെലോസിറ്റി എന്ന് പറയുന്നത് വെക്ടറാണ്, 2 രീതിയിൽ റിസോൾവ് ചെയ്യാം. ഉദ്ദേശിച്ചത് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 2 കമ്പോണൻസ് കിട്ടും. ഒരു കമ്പോണൻറ്റ്, ഇത് തീറ്റ ആയതുകൊണ്ട് തീറ്റയുടെ അടുത്തുള്ള കമ്പോണൻറ്റ് വി കോസ് തീറ്റ എന്ന് എഴുതി, തീറ്റയ്ക്ക് നേരെ ഓപ്പോസിറ്റുള്ള കമ്പോണൻറ്റിനെ വി സൈൻ തീറ്റ എന്ന് എഴുതി. അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടുള്ള ഒരു കമ്പോണൻറ്റ് വി കോസ് തീറ്റ, മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു കമ്പോണൻറ്റ് വി സൈൻ തീറ്റ. വി എന്ന് പറയുന്ന വെലോസിറ്റി വെക്ടറിനെ ഞാൻ റിസോൾവ് ചെയ്തു, 2 കമ്പോണൻറ്റുകളാക്കി തിരിച്ചു. ഒന്ന് ഒരു പാരലൽ കമ്പോണൻറ്റും രണ്ടാമത്തേത് ഒരു പെർപെൻഡിക്കുലർ കമ്പോണൻറ്റും. പാരലൽ കമ്പോണൻ്റ് ആണ് വി കോസ് തീറ്റ, പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ആണ് വി സൈൻ തീറ്റ. അതുകൊണ്ട് ഞാൻ വി പാരലൽ എന്ന് എഴുതുകയാണ്. വി പാരലൽ ഈക്വൽ ടു വി കോസ് തീറ്റ. ഇത് വി പെർപെൻഡിക്കുലർ ആണ്, ഷോർട്ട് ഫോം ആണ്. വി പെർപെൻഡിക്കുലർ ഈക്വൽ ടു വി സൈൻ തീറ്റ. ഇനി ചാർജ് ഒരല്പം ആംഗിളിലാണ് പോകുന്നത്. ഈ ചാർജിൻ്റെ വെലോസിറ്റി വെക്ടറിനെ 2 കമ്പോണൻറ്റുകളാക്കി തിരിച്ചു, വി കോസ് തീറ്റ, വി സൈൻ തീറ്റ. ഇനി എന്ത് സംഭവിക്കും? വളരെ രസകരമാണ് കാര്യങ്ങൾ. വി കോസ് തീറ്റ എന്ന് പറയുന്ന പാരലൽ കമ്പോണൻറ്റ് നമ്മുടെ ചാർജിൻ്റെ അടുത്ത് പറയും, നീ ലീനിയർ ആയിട്ട് പോയാൽ മതി. കാരണം വെലോസിറ്റി വെക്ടർ നമ്മുടെ കയ്യിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആണെങ്കിൽ എങ്ങനെയാണ് ചാർജുകൾ പോയിക്കൊണ്ടിരുന്നത്? ലീനിയർ ആയിട്ട്. അതുകൊണ്ട് വി കോസ് തീറ്റ എന്ന് പറയുന്ന വെലോസിറ്റിയുടെ പാരലൽ കമ്പോണൻറ്റ് ആർക്കാണ് പാരലൽ? മാഗ്നറ്റിക് ഫീൽഡിലാണ് പാരലൽ. പാരലൽ കമ്പോണൻറ്റ് ഈ ചാർജിൻ്റെ അടുത്ത് പറയും, നീ മാഗ്നറ്റിക് ഫീൽഡിന് ലീനിയർ ആയിട്ട് പോയാൽ മതി. അപ്പോൾ ഓക്കെ, ശരി, സമ്മതിച്ചു. ക്യൂ എന്ന് പറയുന്ന ചാർജ് അത് സമ്മതിച്ചു. പക്ഷേ നെക്സ്റ്റ് മൊമെൻറ്റിൽ
വി സൈൻ തീറ്റ എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് ചാർജിൻ്റെ അടുത്ത് പറയും, നീ ഈ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിനിൽ സർക്കുലർ മോഷൻ ചെയ്താൽ മതി. രണ്ട് അഭിപ്രായങ്ങൾ നമ്മുടെ ക്യൂ എന്ന് പറയുന്ന ചാർജ് കേൾക്കേണ്ടി വരും. ഒന്ന് വി കോസ് തീറ്റ പറയുന്ന ആ ഒരു സജഷൻ അഭിപ്രായവും വി സൈൻ തീറ്റ എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് പറയുന്ന അഭിപ്രായവും. എന്ത് സംഭവിക്കും? ഈ രണ്ട് അഭിപ്രായങ്ങളും ക്യൂ എന്ന് പറയുന്ന ചാർജ് കേൾക്കേണ്ടി വരുന്നതുകൊണ്ട് രണ്ടുപേരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മോഷനാണ് ക്യൂ എന്ന് പറയുന്ന ചാർജ് അറ്റൈൻ ചെയ്യുക. അതായത് മാഗ്നറ്റിക് ഫീൽഡിന് പാരലലായിട്ടും ആ ചാർജിന് പോകേണ്ടി വരും. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിനിൽ സർക്കുലർ മോഷനും ആ ഒരു ചാർജ് അറ്റൈൻ ചെയ്യേണ്ടി വരും. രണ്ടുപേരും ഈ ഒരു ചാർജിനെ ഫോഴ്സ് ചെയ്യുമ്പോൾ രണ്ടുപേരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മോഷനായിരിക്കും ക്യൂ എന്ന് പറയുന്ന ചാർജ് പൊസസ് ചെയ്യുക. അത് ഈ രീതിയിലായിരിക്കും. ഇത് എക്സാക്റ്റ് സർക്കുലർ മോഷനല്ല, എക്സാക്റ്റ് ലീനിയർ മോഷനുമല്ല. ഈ മോഷനെ വിളിക്കുന്ന പേരാണ് ഹെലിക്കൽ മോഷൻ. ഹെലിക്കൽ മോഷൻ അത് എക്സാക്റ്റ് സർക്കുലർ അല്ല, എക്സാക്റ്റ് ലീനിയറും അല്ല. ഏകദേശം ഒരു സ്പ്രിങ് നമ്മൾ വലിച്ചു നീട്ടി കഴിഞ്ഞാൽ ഏത് രീതിയിലായിരിക്കും നമുക്ക് ആ സ്പ്രിങ്ങിനെ കാണാൻ സാധിക്കുക? ഏകദേശം ഈ രീതിയിലായിരിക്കും നമുക്ക് ആ സ്പ്രിങ്ങിനെ കാണാനായിട്ട് സാധിക്കുക. ഇതേ രീതിയിൽ തന്നെയാണ് ആ ചാർജ് പോവുക. ശ്രദ്ധിക്കണം, റൈറ്റ് സൈഡിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ്. എൻ്റെ കൈ ഞാൻ റൈറ്റ് സൈഡിലേക്ക് പിടിക്കുകയാണ്. ഇതെൻ്റെ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ കൂടി ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ റൈറ്റ് സൈഡാണ്. ഈ ഒരു കൈ ഞാൻ നേരെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് പിടിക്കുകയാണ്. ചാർജ് പോയത് ഇങ്ങനെയാണ്, ഒരല്പം ചെരിഞ്ഞിട്ടാണ് ചാർജ് പോയത്. ഈ ചാർജിന് ഒരു പാരലൽ കമ്പോണൻ്റും ഉണ്ട്, ഒരു പെർപെൻഡിക്കുലർ കമ്പോണൻ്റും ഉണ്ട്. ഈ ചെരിഞ്ഞു പോയ ചാർജിനോട് പാരലൽ കമ്പോണൻ്റ് പറയും, നീ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ പാരലായിട്ട് പോയാൽ മതി. പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് പറയും, മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിനിൽ. ആ പ്ലെയിൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കൈ നിർത്തി പിടിച്ചിരിക്കുന്നത്. ഇതാണ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ. ഞാൻ വരച്ചതാണ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ ഇങ്ങനെയാണ്. ഈ പ്ലെയിനിൽ എന്ത് ചെയ്യണം? സർക്കുലേറ്റ് ചെയ്യണം. രണ്ട് കാര്യങ്ങളും നമ്മുടെ ആ ചാർജിന് ഒബേ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യും? ഈ പ്ലെയിനിൽ അവൻ എന്ത് ചെയ്യും? സർക്കുലേറ്റും ചെയ്യും. ആ ഡയറക്ഷനിൽ അവൻ ലീനിയർ ആയിട്ടും പോകും. അതായത് ഈ ഒരു ചാർജിൻ്റെ മോഷൻ ഈ രീതിയിലായിരിക്കും. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടാകണം. ഈ രീതിയിലായിരിക്കും ആ ചാർജ് മൂവ് ചെയ്യുക. അതിനെ 2 ഡയമെൻഷനലായിട്ട് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. എക്സാക്റ്റ് സർക്കുലർ മോഷനാണോ? അല്ല. എക്സാക്റ്റ് ലീനിയർ മോഷനാണോ? അതുമല്ല. രണ്ടും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു മോഷനാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഹെലിക്കൽ മോഷൻ. അതായത് തീറ്റ ഈസ് ഈക്വൽ ടു 0, തീറ്റ ഈസ് ഈക്വൽ ടു 180, തീറ്റ ഈസ് ഈക്വൽ ടു 90. ഇതൊന്നുമല്ലെങ്കിൽ ആ ചാർജ് ഹെലിക്കൽ മോഷനായിരിക്കും അറ്റൈൻ ചെയ്യുക. അതിന് പാരലായിട്ടുള്ള ഒരു കമ്പോണൻ്റ് ഉണ്ട്, വെലോസിറ്റിയുടെ കമ്പോണൻ്റ് ഉണ്ട്, വി കോസ് തീറ്റ. പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു കമ്പോണൻ്റ് ഉണ്ട്, അതാണ് വി സൈൻ തീറ്റ. ഇതാണ് കേസ് 3. കേസ് 1ൽ തീറ്റ ഈക്വൽ ടു 0 ഓർ 180, കേസ് 2ൽ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി, കേസ് 3ൽ ഇതൊന്നുമല്ലാത്ത മറ്റൊരു ആംഗിൾ നമ്മളെല്ലാം ജനറലൈസ് ചെയ്ത് തീറ്റ എന്ന് പറയുന്നു. ഇതാണ് ഹെലിക്കൽ മോഷൻ. ശ്രദ്ധിക്കണം, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലാണ് ശരിക്കും ആ പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. പക്ഷെ അത് റൊട്ടേറ്റും ചെയ്യുന്നുണ്ട് ആ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിനിൽ. രണ്ട് ചെറിയ ടോപ്പിക്കും കൂടി കേസ് 3ൽ വരുന്നുണ്ട്. ഒന്ന് എന്താണ് പിച്ച്, രണ്ടാമത്തെ എന്താണ് ഹെലിക്സ്. ഹെലിക്സ് ആദ്യം പറയാം. ദ റേഡിയസ് ഓഫ് ദ സർക്കുലർ കമ്പോണൻ്റ് ഓഫ് മോഷൻ. ശരിക്കും ഈ ഒരു ഹെലിക്കൽ മോഷൻ എന്തുണ്ട്? ഒരു ലീനിയർ കമ്പോണൻറ്റും ഉണ്ട്, ഒരു സർക്കുലർ കമ്പോണൻറ്റും ഉണ്ട്. ലീനിയർ കമ്പോണൻറ്റ് ആ ചാർജിനെ ലീനിയർ ആയിട്ട് മൂവ് ചെയ്യിപ്പിക്കുന്നു. സർക്കുലർ കമ്പോണൻറ്റ് ആ ചാർജിനെ സർക്കുലേറ്റ് ചെയ്യിപ്പിക്കുന്നു. ആ സർക്കുലേറ്റ് ചെയ്യിപ്പിക്കുന്ന ആ സർക്കിളിൻ്റെ അല്ലെങ്കിൽ ആ ഒരു റൊട്ടേഷണൽ എഫക്റ്റിൻ്റെ റേഡിയസ് ആണ് ഹെലിക്സ്. ദ റേഡിയസ് ഓഫ് ദ സർക്കുലർ കമ്പോണൻ്റ് ഓഫ് മോഷൻ ഈസ് കോൾഡ് as ഇറ്റ്സ് ഹെലിക്സ്. വളരെ എളുപ്പമാണ്. രണ്ടാമത്തേത് എന്താണ് പിച്ച്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ എൻ്റെ കൈ കൊണ്ട് കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മുടെ ചാർജിൻ്റെ തുടക്കം. ഈ ഒരു ചാർജ് ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും ഇതേ പൊസിഷനിൽ തന്നെ വന്ന് എത്തുകയില്ല. ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവൻ റൊട്ടേറ്റ് ചെയ്ത് ഏകദേശം ഇവിടെ വന്നിട്ടായിരിക്കും ഒരു സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതായത് ലീനിയർ ആയിട്ട് ചെറിയൊരു ഡിസ്റ്റൻസ് അവൻ
ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. ഓരോ പ്രാവശ്യവും ഇവൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ലീനിയർ ആയിട്ട് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെയുണ്ട്. ആ ഡിസ്പ്ലേസ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് പിച്ച്. ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് അദ്ദേഹം തിരിച്ചു വരില്ല. ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരല്പം ലീനിയർ ഡിസ്റ്റൻസ് അവൻ കവർ ചെയ്യും. വീണ്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അടുത്ത പ്രാവശ്യം ലീനിയർ ഡിസ്റ്റൻസ് കവർ ചെയ്യും. ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം ലീനിയർ ഡിസ്റ്റൻസ് അദ്ദേഹം കവർ ചെയ്യുന്നുണ്ട്, ആ ലീനിയർ ഡിസ്റ്റൻസിന് വിളിക്കുന്ന പേരാണ് പിച്ച്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം. ഇതിൽ ഈ ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവനുണ്ടാകുന്ന ആ ഡിസ്പ്ലേസ്മെൻറ്റിന് വിളിക്കുന്ന പേരാണ് എന്ത്, പിച്ച്. അപ്പോൾ ഡി ഈക്വൽ ടു വി ഇൻറ്റു ടി ആണെന്ന് നമുക്കറിയാം. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഒരു പാരലൽ കമ്പോണൻറ്റ് വെലോസിറ്റിയാണ്. നമ്മൾ ഏത് ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ, ഈ ഡയറക്ഷൻ അല്ലെങ്കിൽ എക്സ് ആക്സിസ്, അതും അല്ലെങ്കിൽ പാരലൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതായത് പാരലൽ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പാരലൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതായത് വെലോസിറ്റിക്ക് പകരം ഞാൻ വി പാരലൽ കൊടുക്കുന്നു. ഇനി എത്ര പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുന്നത്? ഒരു പ്രാവശ്യം. ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാനെടുക്കുന്ന സമയം എന്താണ്? അതിൻ്റെ ടൈം പീരീഡാണ്. സാധാരണഗതിയിൽ ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം എടുക്കുന്നു. ഇവിടെ നമ്മൾ ലീനിയർ വെലോസിറ്റിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് വി പാരലൽ എന്ന് എഴുതിയിരിക്കുന്നു. ഇൻറ്റു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം ഡിസ്റ്റൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാനെടുക്കുന്ന സമയം അതിൻ്റെ ടൈം പീരീഡാണ്. അങ്ങനെയാണെങ്കിൽ ആ ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം നമുക്ക് പിച്ച് എന്ന് എഴുതാം. വിക്ക് പകരം വി പാരലൽ എന്ന് എഴുതാം. ടിക്ക് പകരം ടൈം പീരീഡ് എന്ന് എഴുതാം. വി പാരലൽ എന്താണ്? വി കോസ് തീറ്റ. പി ഈക്വൽ ടു വി കോസ് തീറ്റ ഇൻറ്റു ടൈം പീരീഡ്. നമ്മളൊരു അല്പം മുമ്പ് പഠിച്ച ഇക്വേഷനാണ് 2πm ഡിവൈഡഡ് ബൈ QB. അങ്ങനെയാണെങ്കിൽ പിച്ച് എന്താണ്? പി ഈസ് ഈക്വൽ ടു 2πmv കോസ് തീറ്റ ഡിവൈഡഡ് ബൈ QB. ഇതാണ് പിച്ച്. നേരത്തെ നമ്മൾ ഹെലിക്സും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. കേസ് 1, കേസ് 2, കേസ് 3. കേസ് 1ൽ തീറ്റ ഈക്വൽ ടു 0 ഓർ 180 ആണ്. കേസ് 2ൽ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. എക്സാക്ട് സർക്കുലർ മോഷൻ അറ്റൈൻ ചെയ്യും. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം റേഡിയസിനുള്ള ഇക്വേഷൻ ഓർക്കണം, വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ ഓർക്കണം, ടൈം പീരീഡിനുള്ള ഇക്വേഷൻ ഓർക്കണം, ഫ്രീക്വൻസിക്കുള്ള ഇക്വേഷനും ഓർക്കണം. കേസ് 3ൽ ഇതൊന്നുമല്ലാത്ത ആംഗിൾ തീറ്റ ഈക്വൽ ടു 0 അല്ല, തീറ്റ ഈക്വൽ ടു 180 അല്ല, തീറ്റ ഈക്വൽ ടു 90 അല്ല, വേറെ ഏതെങ്കിലും ആംഗിളിൽ ആ ചാർജ് ആ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സർക്കുലർ മോഷനും ലീനിയർ മോഷനും കമ്പൈൻ ചെയ്തിട്ടുള്ള ഹെലിക്കൽ മോഷനായിരിക്കും ആ ഒരു ബോഡി അറ്റൈൻ ചെയ്യുക. അതിലെന്താണ് ഹെലിക്സ്, എന്താണ് പിച്ച് എന്നുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കണം.